തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൻ വിജയത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് തിരുവനന്തപുരത്ത് എത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, എപ്പോഴാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുക? എന്താണ് വിവരങ്ങൾ? ദിൽന, BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെച്ചൊരു വാഗ്ദാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരം നഗരസഭയുടെ വികസന പരിപാടികൾ നരേന്ദ്രമോദി പ്രഖ്യാപിക്കും എന്നുള്ള 45 ദിവസമാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് നേരിട്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ ഫോണിൽ വിളിച്ച ഈ വിജയത്തിൽ തിരുവനന്തപുരം നഗരസഭയിൽ വൻപിച്ച ഒരു വിജയം കാഴ്ചവെച്ച BJP അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തിരുവനന്തപുരത്തേക്ക്, അതായത് തലസ്ഥാന നഗരിയിലേക്ക് ഉടൻ തന്നെ എത്തും എന്നുള്ള ഒരു അറിയിപ്പും നൽകിയതായി നമുക്ക് BJP വൃത്തങ്ങളിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷേ എന്നത്തേക്കായിരിക്കും ഈ വരവ് എന്നുള്ളതിൽ തീരുമാനം ആയിട്ടില്ല. എന്തായാലും BJPക്ക് തിരുവനന്തപുരം നഗരസഭയിൽ വലിയൊരു വിജയം നേടാനായി എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ട്വിറ്ററിലടക്കം പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. JP നദ്ദയും അതുപോലെ തന്നെ മറ്റ് BJPയുടെ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും ഈ തലസ്ഥാന നഗരം BJP പിടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു സന്ദേശമാണ് ട്വിറ്ററിലൂടെയൊക്കെ തന്നെ അറിയിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ നേരിട്ട് തന്നെ പ്രധാനമന്ത്രി വിളിച്ച് ഈ അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുന്ന സാഹചര്യം BJP നേതാക്കളിൽ നിന്ന് ഉണ്ടായി. അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു വിവരമാണ് നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരം നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ഒരു കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തുള്ള പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. ഉടൻ തന്നെ കേരളത്തിലേക്ക് എത്തും, തിരുവനന്തപുരത്തേക്ക് എത്തും. അത് എന്ന് എന്നുള്ളതിൽ ഉടൻ തന്നെ അറിയിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള വിവരവും BJPയുടെ സംസ്ഥാന ഓഫീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിക്കുകയാണെങ്കിൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നത് BJPയുടെ വാഗ്ദാനമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തും എന്നൊരു സ്ഥിരീകരണമാണ് വരുന്നത്. ഇക്കാര്യത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ വിളിക്കുകയും സ്ഥിരീകരിക്കുകയുമാണ് പ്രധാനമന്ത്രി ചെയ്തത്. തീയതി സംബന്ധിച്ച തീരുമാനങ്ങൾ പിന്നീടായിരിക്കും ലഭ്യമാവുക. റിനു ശ്രീധരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.